പ്രിയമുള്ളവരെ, വചനജ്വാല 1793 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 29 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ആട്ടുകൊറ്റന്മാർ. ബെൽഷാസർ രാജാവിന്റെ 3-ാം ഭരണവർഷം ദാനിയേലായ എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ ഞാൻ കണ്ടു, ഞാൻ ഏലാം ദേശത്ത് തലസ്ഥാനമായ സൂസായിലായിരുന്നു. ഞാൻ ഉലായ് നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി, ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു. അതിന് 2 വലിയ കൊമ്പുകളുണ്ടായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ്. ആ മുട്ടാട് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചു മുന്നേറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അവനോട് എതിർക്കാനോ അവന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കെ ഇതാ ഒരു കോലാട്ടുകൊറ്റൻ ഭൂതലത്തിന് കുറുകെ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ പാഞ്ഞു വരുന്നു. ആ കോലാടിന് കണ്ണുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു. നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുകളുള്ള മുട്ടാടിനു നേരെ ഉഗ്രമായ കോപത്തോടെ അത് പാഞ്ഞു വന്നു. അവൻ മുട്ടാടിനടുത്തെത്തുന്നതും ഉഗ്രകോപം പൂണ്ട് ഇടിച്ച് മുട്ടാടിന്റെ കൊമ്പ് 2 തകർക്കുന്നതും ഞാൻ കണ്ടു. അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു. അവൻ അതിനെ നിലത്ത് വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അതിനെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് കോലാട്ടുകൊറ്റൻ അതീവ ശക്തനായി. പക്ഷേ ശക്തിയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ അവന്റെ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിൽ 4 കാറ്റുകളുടെയും നേരെ ശക്തമായ 4 കൊമ്പുകൾ മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ച് തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിന്റെ ദേശത്തിന് നേരെയും വളർന്ന് വലുതായി. അത് ആകാശ സൈന്യത്തോളം വളർന്നു വലുതായി. നക്ഷത്ര വ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തിവീഴ്ത്തി ചവിട്ടി മെതിച്ചു. അത് ആകാശ സൈന്യത്തിന്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപം നിമിത്തം അവന്റെ പിടിയിൽ അമർന്നു. നിരന്തര ദഹനബലി മുടങ്ങി. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹനബലിയെയും നാശം വിധിക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും? അവൻ അവനോട് പറഞ്ഞു, 2300 സന്ധ്യകളും പ്രഭാതങ്ങളും വരെ. അപ്പോൾ വിശുദ്ധ മന്ദിരം പുനരുദ്ധരിക്കപ്പെടും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ബദനിയിലെ വിശുദ്ധ മർത്തായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം.
മർത്തായും മറിയവും ലാസറും കൂടിയാണ് ബെഥനിയായിൽ ജീവിച്ചിരുന്നത്. ഈശോ ഈ വീട്ടിൽ വന്നപ്പോൾ മർത്ത സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ വ്യാപൃതയായപ്പോൾ മറിയം പാദാന്തികത്തിലിരുന്ന് വചനങ്ങൾ ശ്രവിക്കുകയായിരുന്നു. മർത്ത പരിഭവം പറഞ്ഞപ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് യേശു പറഞ്ഞത്. ലാസർ മരിച്ച് 4-ാം ദിവസം യേശു വന്നപ്പോഴും മർത്ത സ്വീകരിച്ചു. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കുകയില്ല എന്ന് പറഞ്ഞതും ലാസറിനെ ഉയർപ്പിച്ചതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പാലസ്തീനായിൽ മതമർദ്ദനം ആരംഭിച്ചപ്പോൾ പ്രൊവിൻസിലേക്ക് പോയെന്നും ലാസറിന്റെ ശവകുടീരം മർസേയിലും മർത്തായുടേത് അവിഞ്ഞോണിലും മേരിയുടേത് സെന്റ് ബോണിലുമാണ് കാണപ്പെടുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ മർത്തായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.